എത്ര വലിയ മുടി കൊഴിച്ചിലും താരനും മാറ്റാനായിട്ട് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കേണ്ട ഒരു നാച്ചുറൽ ഹെയർ ടോണിക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുള്ളൂ. സംശയങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ക്ലിയർ ആകുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. എത്ര കൂടിയ മുടി ഒഴിച്ചിൽ മാറാനായിട്ട്, താരൻ മാറാനായിട്ട്, തലയിലുണ്ടാകുന്ന അനാവശ്യ ചൊറിച്ചിൽ മാറാനായിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന നാച്ചുറൽ ഹെയർ ടോണിക് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പേരയിലയാണ് വേണ്ടത്. ഇത്രയധികം പേരയില വേണ്ട കേട്ടോ, ഒരു 10-15 പേരയില മതി. അത് ഒരുപാട് മൂത്തതോ ഒരുപാട് തളിരലയോ അല്ല എടുക്കേണ്ടത്, ഒരു മീഡിയം ആയിട്ടുള്ള ഇലയാണ് എടുക്കേണ്ടത്. പിന്നെ 5 ചെറിയ ഉള്ളി വേണം എടുക്കാനായിട്ട്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാം, ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂണോളം തൈര് വേണം കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നാച്ചുറൽ ഹെയർ ടോണിക് ഉണ്ടാക്കാനായിട്ട് പോണത്. പേരയില എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് പ്രാണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം വേണം കഴുകിയെടുക്കാനായിട്ട്. നന്നായി കഴുകി തൊലി കളഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പേരയില നടുമുറിച്ചതിന് ശേഷം നന്നായി അരഞ്ഞ് കിട്ടാനായിട്ട് നടുമുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന തൈരും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. പേരയില മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനായിട്ട്, തലയിലുണ്ടാകുന്ന അനാവശ്യ ചൊറിച്ചിൽ പോകാനായിട്ട്, ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട്, നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. തൈര് നമുക്ക് ഉണ്ടാകുന്ന അകാലനര മാറാനായിട്ട്, ഡ്രൈ ഹെയർ പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. ചെറിയ ഉള്ളി റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. കണ്ടോ, ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അടിഞ്ഞു കിട്ടും നമ്മളുടെ പാക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുണി എടുത്ത് ഇതിലേക്ക് അരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൾപ്പിൽ നിന്നും ഹെയറിൽ നിന്നും ഈ ഒരു പാക്ക് കഴുകി കളയാനായിട്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു തുണി ഉപയോഗിച്ച് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മെയിനായിട്ട് നമ്മുടെ സ്കാൾപ്പിലാണ് തേച്ച് കൊടുക്കേണ്ടത്. ഹെയറിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് മെയിനായിട്ട് വേണ്ടത് സ്കാൾപ്പിലാണ് വേണ്ടത്. ഇത് വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടത്തില്ല കേട്ടോ. ഇത് കുട്ടികൾക്കായാലും ചെയ്യാവുന്നതാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ചെയ്യരുത്, 5 മിനിറ്റ് ഉള്ളിൽ തന്നെ കഴുകിക്കളയണം, അല്ലെങ്കിൽ അവർക്ക് കോൾഡ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും താരനൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള താരനൊക്കെ എത്ര കൂടിയ താരനാണെന്നുണ്ടെങ്കിലും ഈ ഒരു നാച്ചുറൽ ഹെയർ ടോണിക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ്. ഇത് താരൻ മാറ്റാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമുക്ക് ചിലരൊക്കെ പറയും നന്നായി മുടി കൊഴിഞ്ഞു പോകുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറില്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെയും ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ വകച്ചിലെടുത്തിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു പഞ്ഞിയിലാണ് ഞാനിത് മുക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. കൈ വെച്ച് ഉപയോഗിക്കുന്നേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതേപോലെ കോട്ടൺ എടുത്തിട്ട് ആ നീരിൽ മുക്കിയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഹെയർ ഓയിൽ ഇടണം എന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഇത് ആഴ്ചയിൽ 3-4 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മിനിമം 2 വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം പറയാൻ മറന്നു, ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്. ഇത് ഹെയർ കെയറിൻ്റെ ചാനലാണ്. നമുക്ക് ടിപ്സ് ഫോർ യു A to Z എന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയറിനും ഹെയർ കെയറിനും എല്ലാത്തിനും കൂടിയിട്ട് ഒരു ചാനലും കൂടി ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ നമുക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടുള്ള ഒരു ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 മാസമാണ് നമുക്കത് ഉപയോഗിക്കാം.
ഉപയോഗിക്കേണ്ടത് നീളം വെക്കാനായിട്ട്, റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ നല്ലതാണ്. നമ്മളിത് 2.5 വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട്, എങ്ങനെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ കാണാനായിട്ടും സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, നമ്മളുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം.